ഹലോ. ആ മിസ്റ്റർ കുര്യാക്കോസ് അല്ലേ? അതെ. ഞാൻ കുണ്ടന്നൂർ സ്റ്റേഷനിലെ SI ആണ്. എന്നാ എന്നാ കാര്യം? നിങ്ങളൊരു ഗൺ ലൈസൻസിന് അപേക്ഷിച്ചിരുന്നു. അപേക്ഷിച്ചിരുന്നു. ഒന്ന് നേരിൽ കാണാമായിരുന്നല്ലോ. കാരണം കുറച്ച് എൻക്വയറീസ് ഉണ്ടായിരുന്നു പേഴ്സണലൊക്കെ ആയിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ ഫ്രീ അല്ല. എൻ്റെ അഡ്വർടൈസിങ് കമ്പനിക്ക് വേണ്ടി കുറച്ച് മോഡൽസിനെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഐ മീൻ ഓഡിഷൻ. ജോഡി മാട്രിമോണിയലിൻ്റെ ആഡ് ചെയ്യുന്നത് എൻ്റെ ഏജൻസിയാണ്. അതിൻ്റെ ഓഡിഷനാണ്. ഓക്കെ സാർ. നമുക്ക് വൈകിട്ട് ചെറാട്ടലിൽ വെച്ച് കാണാം. ഓക്കെ, വൈകിട്ട് കാണാം. ഷെറാട്ടണിൽ വെച്ച് കാണാം. സ്റ്റാർട്ട്. ഇതന്നെ പാടത്ത് കൊക്ക് കിടക്കുന്നല്ലോണ്ടല്ലോ. കർത്താവേ, മരുന്നിന് പോലും കൊള്ളാവുന്ന ഒരുത്തി പോലും ഇല്ലല്ലോ. വെറുതെ എൻ്റെ കാശ് കളഞ്ഞല്ലോടോ. ഡയറക്ടറെ, ഇതാണ് ഞാൻ അന്വേഷിച്ച് നടന്ന മുത്ത്. അയ്യേ, ഇതാ സർ നമ്മുടെ കോൺസെപ്റ്റ്. തേങ്ങ കൊല, ചക്കപ്പോത്ത് പോലത്തെ പെണ്ണിനെ പളുങ്ക് പോലത്തെ പയ്യൻ. അതായിരിക്കണം നമ്മുടെ കോൺസെപ്റ്റ്. Nancy, Ringu, welcome to Ooty. Nice to meet you. Thank you. How are you guys? Fine. Good. And what about you? I'm fine, very fine. Okay, carry on. Bye. 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 Take care. SI ജയദേവൻ. ഇരിക്കും. എന്നൊക്കെ ഉണ്ട്? എവിടാ വീട്? വീട് തൃശ്ശൂരാ. ഇവിടെ കുറച്ച് വർഷമായിട്ട് ഇവിടാണ്. അല്ല, നമ്മുടെ ഈ തോക്ക് ലൈസൻസുമായി ബന്ധപ്പെട്ട എൻക്വയറിക്ക് എന്നൊക്കെ അറിയണ്ടേ? അല്ല, ഞാൻ അതിൻ്റെ എൻക്വയറിക്ക് വന്നാണെങ്കിലും പറഞ്ഞോന്നേ. എനിക്ക് സിനിമയിലോ പരസ്യത്തിലൊക്കെ ഒന്ന് മുഖം കാണിച്ചാൽ കൊള്ളാമെന്നൊരു ആഗ്രഹമുണ്ട്. അപ്പം സാർ വിചാരിച്ചാൽ. അത്രേ ഉള്ളോ? എനിക്ക് നിങ്ങളെ കണ്ടപ്പോഴേ തോന്നി എന്തോ ഒരു അഭിനയ സിദ്ധി ഉണ്ടെന്ന്. പിന്നെ നമുക്ക് ഇത്തരം കാര്യങ്ങളെ ഇവിടെ സംസാരിച്ച് ശരിയാത്തില്ല. നമുക്ക് മേലേക്ക് പോവാം. മേലെ വാ. ഇത് എന്നടേ? പിന്നല്ലാതെ നീ ഇറങ്ങി. അറിയാം. ഇത് എന്നെയും കൊണ്ടേ പോവുള്ളൂ. ഹലോ സാറേ, ബൈക്ക് ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല. വാലറ്റ് പാർക്കിംഗ് മാൻ. ബൈക്കിനും വാലറ്റ് ഉണ്ടോ? ഓക്കെ അല്ലേ? നീ ഇത് ആരെ കാണിക്കാണ്ടേ പോണത്? ജീവിതത്തിലെ നീ ഒരു പരാജയമുണ്ട്. പിന്നെ റീയൂണിയന് പോയിട്ട് വല്ല കാര്യമുണ്ടോ? അതിനാര് റീയൂണിയന് പോകുന്നു? പിന്നെ ഞാൻ കാതറിനെ കാണാൻ പോവാ. ഇന്ന് അവളോട് ഇഷ്ടമെന്ന് പറഞ്ഞിരിക്കും. നീ പറിക്കും. നീ നടക്കണ കാര്യമല്ലോ ഉണ്ടേ പറയണേ. ഞാൻ ഇവരുടെ ഡാൻസ് പ്രോഗ്രാം കൊച്ചി പ്ലാൻ ചെയ്യാൻ പോവാം. ആണോ? ഇവളും ഉണ്ടാവോ? അതുകൊണ്ടല്ലേ പ്ലാൻ ചെയ്യുന്നത്. സിനിമാ നടി ശോഭനയുടെ പേരുണ്ടെന്നുള്ള ഒറ്റ കാരണത്തിലാണ് ഞാൻ അവളെ കെട്ടിയത്. പക്ഷെ എൻ്റെ പെണ്ണുമ്പിള്ള ശരിയല്ല ചായ. അതന്നെ അങ്ങനെ പറയുന്നത്? എൻ്റെ കഴിവുകൾ അവൾ തിരിച്ചറിയുന്നില്ല. അവൾ സമ്മതിക്കായിരുന്നോണ്ടാ ഞാൻ ആ ബാഹുബലിയുടെ ഓഡിഷന് പോലും പോകായിരുന്നു. അതിൽ പോയി അതെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ആ ബലാലദേവൻ്റെ പിന്നിലൊരു കുന്തവും പിടിച്ചു നിന്നേനെ. അവളെന്നെ മനസ്സിലാക്കുന്നില്ല ചായ. അതാണൊരു വെരി സാഡിസ്റ്റ്. ഞാൻ ക്ലാസ് എടുത്തിട്ടില്ല റോണി. എന്റെ ക്ലാസ് ഇല്ല, എനിക്ക് പറ്റൂല. ഇതല്ല നിന്റെ പ്രശ്നം. ഇത് ഇങ്ങനെ തുടച്ചു കഴിഞ്ഞാൽ പോയില്ലേ? എന്നിട്ട് ഇത് നമ്മൾ നൈസായിട്ട് ഈ ബാറിലൊക്കെ ആൾക്കാർ കുടിച്ച ഗ്ലാസ് ചുണ്ടത്തും മുട്ടിച്ച് എങ്ങനെടാ കുടിക്കുന്നത്? പണ്ട് കഴിവ് നീ കല്യാണം കഴിഞ്ഞ പിന്നെ എങ്ങനെയാണ് ലിപ് ലോക്ക് ചെയ്യാം? ഹായ്, താങ്ക് യു. നിനക്ക് എന്താ കുടിക്കാനുണ്ട്? നീ അയാളെ കണ്ട? ഇതല്ലേ ജോണി വാക്കർ? അതല്ലടാ, ആ വെള്ള ഷർട്ടിട്ട് ആളെ കണ്ട? എവിടെ? ഇതാ അയാള്. നല്ല ടോപ്പ് കക്ഷിയാ. പുറകെ നടന്ന് മെനക്കെട്ട് കൺവിൻസ് ചെയ്താ
നല്ല ഫണ്ട് കിട്ടും. നല്ല ഫണ്ട് കിട്ടുമോ? ഫണ്ടൊക്കെ കിട്ടും, പക്ഷെ നീ കൺവിൻസ് ചെയ്താൽ പോരാ. മറ്റേ കാര്യത്തിലേ അയാൾ നിന്റെ അപ്പാപ്പനാ. ഓ അപ്പൊ നടക്കും. ഡിപ്പെൻസ്. ഡിപ്പാൻസ്. ഓർമ്മകൾ ചാടി കളിക്കുന്ന മുറ്റത്തെ ചക്കരത്തട്ടിന്റെ നല്ല കൂടി റെമ്മില്ല പണം. അവളെ വിടാടാ. അതൊക്കെ പിന്നെ നോക്കാം. ആദ്യം കള്ളവിടെ കാലം മറക്കണ്ടല്ലോ. നിന്നെ പോലെ അല്ല കേട്ടോ, എല്ലാം കാശ് ടീമാണ്. ഹായ്. ആ നല്ല പെണ്ണല്ലടാ. അവിടുന്ന് വന്നില്ലേ? ചെറിയ മരമാക്രി എടാ, എത്ര നാളെയാളിയാ കണ്ടിട്ട്. എന്തോന്നളിയാ, എവിടെ ആയിരുന്നടാ നീ? ഇവിടൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇത് ഏതാടാ ഈ സാധനം? കൂടെ വർക്ക് ചെയ്യുന്നതാ, ഫ്രണ്ടാ. ബ്രോ, ഞാൻ ബാലു. ഇവന്റെ പേര് രണ്ടെണ്ണം ഓസൻ അടിക്കാൻ വന്നേണ്. സാധനം എവിടെ ഇരിക്കണം? അവിടെ. പിന്നെ ഒരു സംശയം, ആ കക്ഷി അവിടെ നിന്ന് പാടേണ കരയണ? കരയോ? ആ, അതാണ് എനിക്ക് തോന്നിയത്. കളഞ്ഞിട്ട് പോടാ. മാക്രി, പിന്നെ നിനക്ക് കോംപ്ലക്സ് ഒന്നും ഇല്ലല്ലോ അല്ലേ? എന്തിനു കോംപ്ലക്സ്? അല്ല, നീ രക്ഷപ്പെടാത്തതിന്റെ കോംപ്ലക്സ് ഒന്നും നിനക്ക് വേണ്ട. ചിൽ മാൻ. അപ്പോൾ പെട്ടു. ഞാൻ പറഞ്ഞു ശരി. പോയി കണ്ടാ മതി, അവന് കൺഫേം ആക്കി തരും. ലിജി എനിക്കും അറിയാടി. അവിടെ നമ്മളൊരു 3-4 ദിവസത്തെ ട്രിപ്പാണ്. ഓരോരോ ദിവസം ഓരോരോ സ്ഥലം അങ്ങനെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അത് നല്ല രസമായിരിക്കും. ഹായ് കാതറിൻ. ഹായ്. എപ്പോ വന്നു? കുറച്ച് നേരമായി കാണും. രേഷ്മ പറ, എന്റെ പ്ലാനിങ്ങിനെ കുറിച്ച് വേറെന്താ പറയാനുള്ളത്? അതെന്തായാലും നല്ല പ്ലാൻ തന്നെയാ. കരിയറിന് ബെസ്റ്റ് അത് തന്നെയാ. ആണോ? അതെ. ശരിക്കും പറഞ്ഞാൽ UK ആണോ ബെസ്റ്റ്, US ആണോ ബെസ്റ്റ്? അത് UK UK ആണല്ലേ? ആണുങ്ങളെ വില കളയാണ്ടായ താടെ ഒരെണ്ണം കൂടെ. എൻ്റെ ജയദേവ, നിങ്ങളൊന്ന് ക്ഷമിക്കേ. അങ്ങനെ അങ്ങ് ക്ഷമിക്കാൻ പറ്റില്ല ചായ. അവക്ക് എന്നെക്കാളും 10 വയസ്സ് കുറവാണ് അച്ചായ. അച്ചായനറിയാവോ, 1 വർഷമായി ഞാനോട് തമ്മിൽ എന്തെങ്കിലും നടന്നിട്ട്. എനിക്കാണെങ്കിൽ വേറൊരു സെറ്റപ്പ് ഒന്നുമില്ല. അച്ഛേ, ഹലോ അലൻ, എന്നാണ്ട് വിശേഷം? അങ്ങനെ പോന്നു ചേ. ഇത് റോണി, നമ്മുടെ കമ്പനിയിലെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്. ഹലോ റോണി. നൈസ് ടു മീറ്റ് യു സർ. നൈസ് മീറ്റിംഗ് യു. ഇത് ജയദേവൻ, കുണ്ടന്നൂർ എസ് ഐ. അച്ഛാ, നമ്മുടെ റോണിക്ക് അച്ഛനെ പേഴ്സണലി ഒന്ന് കാണണമെന്ന്. പിന്നെന്താ, വയനാട്. സാധാരണഗതിയിൽ വിസിറ്റിംഗ് ആണങ്ങനെ ആണുങ്ങൾക്കൊന്നും കൊടുക്കാറില്ല. പിന്നെ എല്ലാം പറഞ്ഞോണ്ടിരിക്കട്ടെ. എന്നാ ശരി, നടക്കട്ടെ. ശരി ചേ. ഞങ്ങൾക്ക് ഇച്ചിരി പേഴ്സണൽ കാര്യമുണ്ട്. ശരി. ഒരു സ്ട്രോ. സ്ട്രോയോ? ഒരു സ്ട്രോ വേണം റോണി. ക്ഷമിക്കണം. ഹലോ പറ. റോണി, മറക്കാൻ നാളെ സമയത്ത് തന്നെ വരണേ. എനിക്ക് ഓർമ്മയുണ്ട്. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ഓർപ്പെടുത്തേണ്ട കാര്യമില്ല, മനസ്സിലായ? ഞാനൊരു അർജന്റ് മീറ്റിംഗില്ല. അവനെ വിളിക്കാം. ആൻസി അല്ലേ? നാളെ പ്രീ മാരിറ്റൽ കൗൺസിൽ ഉണ്ട്. അത് ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കണം. കല്യാണമൊക്കെ ആയില്ലേ, ഇനിയെങ്കിലും വേലിയാട്ടം നിർത്തറ. എന്തിനാ ഇവരിങ്ങനെ കഷ്ടപ്പെട്ട് വേലി കെട്ടി വെക്കണേ? അതുകൊണ്ടല്ലേ നമുക്ക് ചണ്ട വരണേ. ഇതാ നോക്കി. Are you sleeping, baby? Are you alone? ഇങ്ങനത്തെ മെസ്സേജ് വന്നാ നമ്മൾ ഏത് വേലിയും ചാടില്ല മോനെ. ഞാൻ ആലോചിക്കുന്നതേ, നിന്നെ കണക്കൊരു ഫ്രോഡിനെ. സോറി അല്ലയാ, ഫ്രോഡിനെ ഇത്രയും സാമ്പത്തികമുള്ള ആൻസി എങ്ങനെടാ ഇഷ്ടപ്പെട്ടത്? That's a long story. I will tell you. Once upon a time in a life.
നീ തന്നെ? ഞാൻ തന്നെ. എനിക്ക് പിന്നെ നല്ല വീട്ടിൽ നിന്ന് നല്ല ആലോചന കിട്ടുമെന്ന് എനിക്ക് തോന്നണ്ട. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൊണ്ടുവരും. ഇവളങ്ങനെ ഉണ്ട്. എൻ്റെ പരസ്യത്തിൽ അഭിനയിക്കാൻ പോകുന്ന കുട്ടിയാ. കൊള്ളാം. കൊള്ളാം. എനിക്കൊരു പെണ്ണിന്റെ സൗന്ദര്യം വേണോ ചാ? ജയദേവ, എൻക്വയറി റിപ്പോർട്ട് എനിക്ക് ഫേവറബിൾ ആയിട്ട് കൊടുക്കുക. ലൈസൻസ് ഓക്കെ ആവുമ്പോൾ എൻ്റെ ഫ്ലാറ്റിലോട്ട് വാ. നിങ്ങൾക്കുള്ള ഗിഫ്റ്റ് അവിടെ ഉണ്ടാവും. സന്തോഷായില്ലേ? കാഷണ്ടിയൊക്കെ തിളങ്ങുന്നു.